ഒരു അണ്ടർ ഡോഗിന് വിജയം എന്നുള്ളൊരു കൺസെപ്റ്റ് ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ സിനിമകളിലെ പല അവർക്ക് കണ്ടിട്ടുമുണ്ട്. ജയ ഗണേഷ് അത് വ്യത്യസ്തപ്പെടുത്താനാണോ അയാളെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആക്കാന്ന് ചിന്തിച്ചത്? ജയഗണേഷിന്റെ ഒരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ്. ഒരു 2012 ആ സമയത്തൊക്കെ. അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ലാക്കിംഗ് ഉണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഈ വീൽ ചെയറിൽ ആൾ വന്നപ്പോഴാണ്. അതും അഗെയിൻ ഇറ്റ് ഈസ് കോയിൻസിഡന്റൽ. ബിക്കോസ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ 2-3 കഥകൾ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ നിന്ന് ജിമ്മിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റലി ഒരു വീൽ ചെയറിൽ ആളെ കാണുകയായിരുന്നു. പുള്ളി നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലെയല്ല, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര സോഷ്യലാണ്. അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതില്. അപ്പൊ അയാളെ വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ ആ സീൻസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഐഡിയ കിട്ടിയില്ല. പേടി തോന്നി. ആ പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ്, ഒരു ചാലഞ്ച്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുനീള ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു ഹീറോ വീൽ ചെയറിലായിട്ടൊരു അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്ട് ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷെ പിന്നീട് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വീൽ ചെയറിൽ ഒരാളുടെ ആക്ച്വൽ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മീരക്കുട്ടിയിലാണെങ്കിലും സുസുനിലാണെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പോലും വീൽ ചെയറിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ വലിയൊരു കുഴപ്പമുണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ്, ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ്, അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോടുകൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വി ഹാവ് നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈക്വലായിട്ട് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ വളരണം എന്നൊരു തോന്നൽ കൂടി ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായെന്നുള്ളത്. ഉറപ്പിക്കില്ല, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഡോണ്ട് ബി സോ ജഡ്ജ്മെന്റൽ. അല്ല, ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ലേ. സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വോണ്ട് ടു സേ. രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും. ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി, വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോളിയോ ബാധിച്ചിട്ട് അവന്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ഓൺ ദി യാം. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 4ാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പൊ ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചോണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ട്. അപ്പൊ എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നീട് എനിക്ക് രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി, സൊസൈറ്റി എങ്ങനെയായിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി. എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളിലൂടെ ഞാൻ നോർമലി ഒരാളോട് എങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ പബ്ലിക്കലി പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവര് മറ്റേ എലുമ്പോലാണെന്ന് നീ പറയുന്ന ഒരാളാണ്. ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പൊ പബ്ലിക്കലി പറയാനും ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് പറയണം. വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് എ ഫിലിം. ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത്ത് ഓൺലി റൈറ്റ് ടു സെൻഡ് മീ 28 to 29 ഡ്രാഫ്റ്റ് ഓഫ് എ സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ്. അത് ജയസൂര്യൊക്കെ പറയും, ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് DTP ഷോപ്പിലാണ്. രാവിലെ ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും. ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ്, ബിക്കോസ് ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സോ ദ ഗുഡ് പാർട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാകുമ്പോഴേക്കും ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു. ഇറ്റ് വാസ് ഈസി ഫോർ മീ. എനിക്ക്
അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത്. ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മാനുവർ ചെയ്യുക അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയതിനു ശേഷം. ആക്ച്വലി ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ആദ്യമായിട്ട് നമ്മൾ ഈ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിൽ ഇരുന്നൊരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യും നമുക്ക് ആശങ്കകളുണ്ട്. ഇനി ആക്ടർ. അപ്പൊ ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി സ്റ്റോറിയിൽ നല്ലൊരു കറക്ഷൻ എനിക്ക് തന്നു. ബിക്കോസ് എന്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചിരുന്നത്. അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഇത് ഫുൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴാക്കി. ആൻഡ് ആ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ഈ പെർട്ടിക്കുലർ ഫ്രണ്ട് നമ്മള് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയും പുള്ളി ഒരുമിച്ച് സ്കൂളിൽ എത്തുവാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യത്തെ നിന്ന് അവനായിരിക്കും. അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത്. ഞങ്ങളുടെ ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചയാക്കിയത് ഇത് ഷൂട്ടിംഗ് സമയം എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ഒരു റോൾ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ഒരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് ഈ കാലിങ്ങനെ ഇത് എക്സ്ട്രീംലി ടയറിംഗ് ആണ്. അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം, അതെങ്ങനെ ചെയ്യണം ഉണ്ണി തന്നെ കണ്ടുപിടിച്ചത്. അത് അവരും അവരൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു. അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും. പക്ഷെ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചില്ല. അപ്പൊ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അതൊരിക്കൽ പോലും എനിക്ക് തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പ്രൊമോഷന്റെ കേസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയും ഉണ്ണി സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുന്നു ഈ ജയഗണേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. ഇനി ജയഗണേഷ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇനി 6 മാസമായിട്ട് ജയഗണേഷ് സംഭവം എന്റെ സിനിമ ആണെങ്കിലും ഇനി ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ച് തരാന്ന് വെച്ചിട്ട് ഇനി പിന്നെയും നമുക്ക് ജയഗണേഷ് അതിലേക്ക് അതിലെ 100 അടിച്ചിട്ടുണ്ട് ആള്. ഞാൻ 100 അടിച്ചു, പക്ഷെ തോറ്റു. ജയഗണേഷ്